ബബ്ബബ്ബ ഭയഭക്തി ബഹുമാനം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു സിനിമ ബബ്ബബ്ബ എന്നൊരു സിനിമ സത്യം പറയാലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെവി വല്ലാതെ മുഴങ്ങുന്നുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ മനസ്സ് നിറയെ വല്ലാത്തൊരു വൈബ് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോജിക് എന്ന സാധനം വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ട് അങ്ങനെ തലവെക്കാൻ തയ്യാറായി വരുന്ന ആളുകളാണെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കുക എന്നാണ് ഞാൻ പറയുക. കാരണം ഇതൊരു സാധാരണ സിനിമയല്ല, ഇതൊരു അൺലിമിറ്റഡ് അൺസെൻസേഡ് മാഡ്നെസ് തന്നെയാണ്. ദിലീപേട്ടൻ തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പഴയ വിന്റേജ് ദിലീപിനെ ഇതിൽ കാണാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ പിള്ളേരുടെ വൈബ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത ഒരു ഫ്രീക്കി ദിലീപിനെയാണ് നമുക്ക് ഇതിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ ചെറുതായി ഒന്ന് പാളിപ്പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ അനായാസമായി ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ തല അജിത്തൊക്കെ ചെയ്ത പോലെയുള്ള സംഭവം ഒന്നുമല്ല ഇതിൽ, അല്ലെങ്കിൽ മാർക്ക് ആന്റണി എന്ന സിനിമയിൽ ഉണ്ടായ വിശാലിൻ്റെ ആ ഒരു വൈബൊന്നും ഇതിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ആൾ അത്യാവശ്യത്തിന് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ തല്ലുമാല സിനിമയൊക്കെ കണ്ടപ്പോൾ ഉള്ളൊരു മാഡ്നെസ് ഉണ്ടല്ലോ, അതായത് ഒരു വെറൈറ്റി, നല്ല സ്പീഡിലല്ല പടം പോവുക, അതുപോലെ നല്ല സ്പീഡിൽ തന്നെയാണ് അതിൻ്റെ 10 ഇരട്ടി സ്പീഡ് എന്ന് പറയാൻ പറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. വെറുതെ ഇരുന്നൊന്ന് ചിരിക്കാനും ബഹളം വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് കോളേജ് പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവുക, കൂട്ടുകാരോടൊപ്പം എൻ്റർടൈൻ ചെയ്യാൻ പോവുക, ഒരു ഉത്സവം പോലെയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നല്ല സന്തോഷമുള്ളൊരു അനുഭവമാകാനാണ് സാധ്യത. റിലീസിന് മുമ്പേ തന്നെ ഇത്രയധികം ഹൈപ്പും അതിലേറെ നെഗറ്റീവ് പബ്ലിസിറ്റിയും കിട്ടിയ വേറൊരു സിനിമ ഈ അടുത്തെങ്ങും ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ധനഞ്ജയ് ശങ്കർ എന്ന സംവിധായകൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈപ്പ്. ദിലീപ് ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒപ്പം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ദിലീപിനെ എങ്ങനെ കൊണ്ടുവരും, അതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു കംബാക്ക് ആയിരിക്കുമോ, ഒരു ഫാൻ ബോയ് സംഭവം ആയിരിക്കുമോ എന്നൊക്കെ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ധനഞ്ജയ് ശങ്കർ എന്ന് പറയുന്നത് വിനീതിൻ്റെ കളരിൽ യുദ്ധം പഠിച്ചിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല കഴിവുള്ള നല്ല മികവുറ്റൊരു ഡയറക്ടർ ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ. അത് തന്നെയായിരുന്നു ഈ ഹൈപ്പിന് കാരണം. ഒരു പരിധി വരെ അദ്ദേഹം അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇതൊരു സ്പൂഫ് മാസ് എന്റർടൈനർ ആണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ശരിക്കും ഈ സിനിമ പ്രേക്ഷകരെ ശരിക്കും തൃപ്തിപ്പെടുത്തിയോ അതോ വെറും ബഹളം മാത്രമായി മാറിയോ, നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ എനർജി തന്നെയാണ്. അതില്ലെങ്കിൽ ഈ സിനിമ ഒന്നുമല്ല. പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു നിമിഷം പോലും സ്ക്രീനിൽ വെറുതെ ഇരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കളർഫുള്ളായ വിഷ്വൽസ്, നിർത്താതെയുള്ള മ്യൂസിക്, കഥാപാത്രങ്ങളുടെ ബഹളം എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഉത്സവപ്പറമ്പിലെത്തിയ ഫീലൊക്കെ ഇല്ലേ, ആ ഒരു ഫീലാണ്. അത് ആ വൈബിൽ കാണുന്നവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ലോജിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്കും തപ്പി ഇറങ്ങുന്ന ആളുകൾക്ക് അതൊരു മോശം പടമാകാനാണ് സാധ്യത. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചുവരവാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ പറയാൻ സാധിക്കില്ല. വീണ്ടും അദ്ദേഹം തിരിച്ചു വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.